അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾക്ക് ഉപജീവനം നൽകുന്നത് ആരാണ്? നമ്മളിൽ പല ആളുകൾക്കും പല ഉത്തരങ്ങളാണ് ഇതിനുള്ളത്. ഞാൻ ജോലിക്ക് പോയി സമ്പാദിച്ചാൽ മാത്രമേ എൻ്റെ കുടുംബം മുന്നോട്ട് പോകുള്ളൂ, പട്ടിണി കിടക്കാതെ ജീവിക്കുള്ളൂ. എൻ്റെ ഉപ്പയാണ് എൻ്റെ കുടുംബം നോക്കുന്നതെന്ന് പറയുന്ന ആളുകളുണ്ട്. എൻ്റെ ഉമ്മ ജോലിക്ക് പോയാലേ ഞങ്ങളുടെ വീട് കഴിയുള്ളൂ എന്ന് പറയുന്ന പല ആളുകളുണ്ട്. എന്നാൽ നമ്മൾ ആരാണ് നിങ്ങളുടെ വീട്ടിലെ ചിലവ് നടത്തുന്നതെന്ന് ആരെങ്കിലും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടുന്ന വാചകം, ഞാനിപ്പോഴാണിത് പഠിക്കുന്നത് കേട്ടോ, അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. പരിശുദ്ധനായ അള്ളാഹുവാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതെന്നാണ് നമ്മൾ പറയേണ്ടത്. എൻ്റെ ഉപജീവനം, എൻ്റെ ജീവിതം എല്ലാം നോക്കുന്നത് പരിശുദ്ധനായ അള്ളാഹുവാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ്. നമ്മളുടെ ആ വാക്കുകളിലൂടെ അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പരിശുദ്ധനായ അള്ളാഹുവാണ് എനിക്ക് വേണ്ടുന്ന ഉപജീവനം തരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു മനസ്സിലാക്കും നമ്മൾ എത്രമാത്രം നന്ദിയുള്ളവരാണ് എന്നുള്ളത്. കാരണം അള്ളാഹു ചെയ്യുന്ന ഓരോ നന്മകളും നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, അത് അള്ളാഹുവിനെ ഏറെ സന്തോഷിപ്പിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഉപജീവനം വിശാലമാക്കിയും തരും. ഇടുങ്ങിയ ഉപജീവനം, അതായത് കുറച്ച് ദരിദ്രവും കഷ്ടപ്പാടും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ പരിശുദ്ധനായ അല്ലാഹു മാറ്റിത്തരും. സൂറത്തുൽ സബ ആയത്ത് 36 പറയുന്നുണ്ട്, നീ പറയുക, എൻ്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു. പക്ഷേ ജനങ്ങളിൽ അധിക പേരും അറിയുന്നില്ല. ശരിയാ, നമ്മളിൽ പല ആളുകൾക്കും അത് അറിയില്ല. ഞാനും അങ്ങനെയായിരുന്നു, എനിക്കും അങ്ങനെ പറയാൻ അറിയണ്ടായില്ല. പക്ഷെ നമ്മൾ പഠിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഓരോ ആയത്തുകളും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും പരിശുദ്ധ ഖുർആൻ വായിക്കണം. നമ്മൾക്ക് പരിശുദ്ധ ഖുർആനിലെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളുടെ സംസാരങ്ങളിൽ മാറ്റം വരുത്തണം, നമ്മളുടെ പ്രവൃത്തികളിൽ മാറ്റം വരുത്തണം, നമ്മളുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകണം എന്നുള്ളതൊക്കെ. അപ്പം എല്ലാവരും അള്ളാഹുവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് പരിശുദ്ധനായ അള്ളാഹുവിനോട് ദുആ അധികരിപ്പിക്കണം. എൻ്റെ തെറ്റുകളെ പൊറുക്കണേ പരിശുദ്ധനായ അള്ളാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.